ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രോബ്ലംസ് ഓൺ ബാസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ എന്നുള്ളൊരു ടൈമാണ്. വേരിയിങ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ നോക്കിയേ ഫിഗറിൽ നോക്കിയേ ആ രണ്ട് സ്പെസിമെൻ വിത്ത് വേരിയസ് ക്രോസ് സെക്ഷൻ, രണ്ട് സ്പെസിമെൻ അല്ല, അതൊറ്റ സ്പെസിമെൻ തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഡയ വ്യത്യാസമുണ്ട്. ഇവിടെ ആദ്യത്തെ ഡയ എത്രയാണ് തന്നേക്കണം? 30ഉം രണ്ടാമത്തെ ഡയ = 20 തന്നേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തരുന്ന ക്രോസ് സെക്ഷൻ വിത്ത് സെയിം മെറ്റീരിയൽ ഇതിനെയാണ് ബാസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ മെറ്റീരിയൽ സെയിം ആയിരിക്കുള്ളൂ, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ മാത്രം മാറുള്ളൂ. അതായത് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ റൗണ്ട് ആയ കാരണം അതിൻ്റെ ഡയമീറ്റർ ചേഞ്ച് ചെയ്യും, ഇനി സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ഡയമെൻഷൻ വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിച്ചേക്കുന്നതാണ് സ്ട്രെസ് ഇൻ ഈച്ച് സെക്ഷൻ എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആദ്യം ഇങ്ങനെ തരുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ തന്നിരിക്കുന്ന ഫോഴ്സ് എല്ലാം ഈക്വൽ ആണെന്ന് നോക്കാം. ഓക്കെ, ഫോഴ്സ് അതായത് പി ലോഡ് എല്ലാം ഈക്വൽ ആയിരിക്കണം, മാത്രമല്ല ഡയമീറ്റർ അതിലുള്ള ഡയമെൻഷനിൽ വ്യത്യാസം ഉണ്ടാകാൻ വേണം. ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെ പ്രോബ്ലംസ് ഓൺ ബാസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷനിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ആ സെക്ഷൻ 2ഉം 1ഉം 2ഉം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സർക്കുലർ സെക്ഷൻ ആയതുകൊണ്ട്, ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് π/4 d² എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. അങ്ങനെ ഏരിയ ഓഫ് സെക്ഷൻ 1 കണ്ടുപിടിച്ചു. π/4 d1² = 159 m². അത് A1 ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഗിവൺ ഡാറ്റാസ് ഒപ്പം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, ഏരിയസ് ഓഫ് സെക്ഷൻ 2 അങ്ങനെ സിമിലർ ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ സെക്ഷൻ ഇൻ. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സ്ട്രെസ് ഇൻ ഈച്ച് സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ് ഇൻ സെക്ഷൻ 1 = സിഗ്മ = P1/A1, അവിടുത്തെ കറസ്പോണ്ടിങ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അവിടുത്തെ ലോഡ് എത്രയാണ്? ഇവിടെ എല്ലായിടത്തും ലോഡ് 25 kN ആണ്. അപ്പോൾ 25 × 10⁻³ ഞാൻ മറ്റുള്ള പ്രോബ്ലം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബേസിക് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് മീറ്ററിനെ, അതായത് കിലോന്യൂട്ടറിനെ ന്യൂട്ടണിലായിട്ട് കൺവേർട്ട് ചെയ്ത്, അതാണ് 25 × 10⁻³ എന്ന് പറഞ്ഞത്. നേരെ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് A1, അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ് സിഗ്മ 1 അതല്ലെങ്കിൽ സ്ട്രെസ് ഇൻ സെക്ഷൻ 1 കിട്ടും. സെയിം മെത്തേഡ് തന്നെയാണ് സെക്ഷൻ 2ൽ P2, അവിടുത്തെ ലോഡ് എത്രയാണ്? സെയിം തന്നെ 25 kN ഡിവൈഡഡ് ബൈ A2. അപ്പോൾ അവിടുത്തെ സ്ട്രെസ് നമുക്ക് കിട്ടും. പിന്നെ നമുക്കറിയാലോ ഇനി അടുത്ത സെക്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത് ടോട്ടൽ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം സ്ട്രെയിൻ കണ്ടുപിടിക്കണം. സ്ട്രെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഹുക്സ് ലോ യൂസ് ചെയ്യണം. ഹുക്സ് ലോ = സിഗ്മ/E1, അതായത് സിഗ്മ/E സ്മോൾ ഇ, അതിലാണ് ഇ എന്ന് പറഞ്ഞാണ് നമ്മുടെ സ്ട്രെയിൻ. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ ഫോം ആവും. E1 = σ1/E. ക്യാപിറ്റൽ ഇ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നേരെ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ 1 സ്ട്രെസ് നമ്മൾ ആദ്യമേ കണ്ടുവച്ചിട്ടുണ്ട്. സ്ട്രെസ് ഇൻ സെക്ഷൻ 1 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് 79.58. അപ്പോൾ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E1 അറിയാം 2 × 10⁵. സ്ട്രെയിൻ ആണ്, അപ്പോൾ യൂണിറ്റ് ലെസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 3.979 കിട്ടും. അപ്പോൾ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ Δl1 അങ്ങനെയുള്ള Δl-നാണ് ഇലോങ്ങേഷൻ. അത് സ്ട്രെയിൻ ഇക്വേഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരെ E1 × L1 ഇടുക, എന്നിട്ട് Δl1 ഇക്വേറ്റ് ചെയ്യുക. അതാണ് ഈ കാണിച്ചേക്കണത്. ഓക്കെ, അപ്പോൾ Δl1 ഇലോങ്ങേഷൻ സെക്ഷൻ 1 എത്ര കിട്ടി? 0.079. ഓക്കെ, ഇനി നേരെ ഡെലോങ്ങേഷൻ അറ്റ് സെക്ഷൻ 2 സെയിം മെത്തേഡ് E2 കണ്ടുപിടിക്കുക. σ2/E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് അറ്റ് സെക്ഷൻ 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതും കിട്ടും. ഈ ടോട്ടൽ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടും DL1ഉം Δl1ഉം Δl2ഉം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ വീഡിയോയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ക്ലിയർ ആവും. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസ് ഓഫ് സബ്ജക്റ്റഡ് ടു ഇൻ്റർമിറ്റൻറ്റ് ലോഡ്സ് ആണ്. ഇൻ്റർമിറ്റൻറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് ഇന്നെടുത്ത ക്ലാസ്സിലാണ്. ഓക്കെ, സംഭവം 80 kN, പിന്നെ ബി എന്നുള്ള സെക്ഷനിൽ 40 kN, പിന്നെ സി എന്നുള്ള സെക്ഷനിൽ 60 kN, ഡി എന്നുള്ളത് 100. അതായത് ലോഡെല്ലാം ഇൻ്റർമീഡിയൻ്റ് ആണ്, അതായത് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്, അതിൻ്റെ ഡയറക്ഷനും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അതിനാണ് ഈ ഇൻ്റർമീഡിയൻ്റ് ലോഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ക്രോസ് സെക്ഷനും വ്യത്യാസമാണ്. ഇങ്ങനെയുള്ള കണക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതി നമ്മൾ യൂസ് ചെയ്യണം. കാരണം ഇവിടെ ലോഡെല്ലാം ഡിഫറൻ്റ് ആണ്. ലോഡ് ഡിഫറൻ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചേക്കണാണ് കണ്ടത് സെക്ഷൻ 1.
അതായത് 30 mm ഡയമീറ്ററുള്ള സെക്ഷൻ 1 ആയിട്ട് കൊടുത്തു, 40 mm ഡയമീറ്ററുള്ള സെക്ഷൻ 2 ആയിട്ട് കൊടുത്തു, പിന്നെ മെഗൈൻ 30 mm ഉള്ളത് സെക്ഷൻ 3 ആയിട്ട് കൊടുത്തു. ഈ വരച്ചേക്കണേനാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഞാനിപ്പോൾ പറയാം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം കണ്ടുപിടിക്കാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ സൈൻ കൺവെൻഷൻ നോക്കുക. അത് ഇവിടെ ഞാൻ സൈൻ കൺവെൻഷൻ എഴുതിയിട്ടുണ്ട്. അതായത് റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ഡയറക്ഷൻ കാണിച്ചിട്ടുള്ള എല്ലാം നമ്മൾ നെഗറ്റീവായിട്ടും ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ലോഡിൻ്റെ ഡയറക്ഷൻ എല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഉടൻ തന്നെ നമ്മൾ സെക്ഷൻ 1 എടുക്കുക. സെക്ഷൻ 1 കൺസിഡർ ചെയ്യുക. സെക്ഷൻ 1 കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എൻഡിലൂടെ 80 kN ഉണ്ട്. അത് ലെഫ്റ്റിലോട്ടാണ് ആരോ മാർക്ക് കാണിക്കണ. നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് ആരോ മാർക്ക് കാണിച്ചേക്കുന്നത്, അതായത് എൻഡിലോടെല്ലാം അതേപടി തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുന്നത്. ജോയിൻ സെക്ഷൻ ഏതെങ്കിലും ഒരു പോർഷൻ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തെ ലോഡിലാണ് നമ്മൾ ഓൾജിബ്രൈക് സം എടുത്ത് ചെയ്യുന്നത്. ചൂടെ കൊടുത്തിട്ടുണ്ടത്. ഓക്കെ, ആ 80 kN, അതായത് സെക്ഷൻ 1 എന്ന് നോക്കിയാൽ നിങ്ങൾ ഞാൻ എങ്ങനെയാണ് അവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. അതായത് സെക്ഷൻ 1 40 kN, അത് ടു ദ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അത് നെഗറ്റീവായിട്ട് എടുക്കണം. അതുമാണ് -40 എടുത്തേക്കുന്നത്. പിന്നെ അവിടെ ആക്ട് ചെയ്യണത് ആ പോയിന്റ് 40 kN എന്നുള്ള പർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഏതൊക്കെ? 60 kN ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സെക്ഷൻ -40 പിന്നെ +60 വരാൻ കാരണം എന്താണ്? അതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നേരെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ ആസ് പെർ സൈൻ കൺവെൻഷൻ എന്താണ്, ഞാൻ നെഗറ്റീവാണ് കണ്ടോ, പോസിറ്റീവ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ്, അതുകൊണ്ടാണ് +60 എടുത്തത്. പിന്നെ ആ ഫോഴ്സ് ആ 40 kN ആ പർട്ടിക്കുലർ പോയിന്റ് ലോഡിൽ ആക്ട് ചെയ്യണ മറ്റൊരു ലോഡാണ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന മറ്റൊരു ലോഡാണ് 100 kN. 100 kN എന്താണ്? റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നെഗറ്റീവ്. അപ്പോൾ അതിൻ്റെ ഓൾജിബ്രൈക്ക് സമ്മ് നമുക്ക് വിത്ത് സൈൻ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് -80 kN കിട്ടി. ഈ -80 kN മാഗ്നിറ്റ്യൂഡാണ് ഈ 80 kN ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ബാക്കി എന്തുകൊണ്ടാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലോട്ട് ഞാൻ കാണിച്ചേക്കുന്നത്? കാരണം -80 kN അവിടെ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ്, അത് നെഗറ്റീവാണ്. നെഗറ്റീവ് ആകുമ്പോൾ ആസ് പെർ സൈൻ കൺവെൻഷൻ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ആ ഫ്രീ ബോഡി ഡയഗ്രാം അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി ഫ്രീ ബോഡി ഡയഗ്രത്തിനെല്ലാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കുള്ളൂ. അത് നിങ്ങൾ ഒന്ന് കെയർ ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് +80 ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോൾ -80 അവിടെ വന്നത്. ഓക്കെ, അത് ടെൻസൈൽ ഫോഴ്സ് ആണ്, കാരണം രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്. ഞാനതവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുമ്പോൾ 40 എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തത് 60 kN ആ പോയിന്റും. ഓക്കെ, അപ്പോൾ 40 kN ആക്ട് ചെയ്യണത് ഏതൊക്കെ ഫോഴ്സ് ആണ്? 40 kN ഉണ്ട്, 80 kN ഉണ്ട്. 80 kN ടു ദ ലെഫ്റ്റ് ഓഫ് ദ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ആയ കാരണം നമ്മൾ സൈൻ കൺവെൻഷൻ അനുസരിച്ച് അത് പോസിറ്റീവ് എടുക്കും. 40 kN ഇറ്റ്സെൽഫ് ആ പോയിന്റിൽ ആക്ട് ചെയ്യണതാണ്. അതിൻ്റെ ഡയറക്ഷൻ തന്നേക്കുന്നത് റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ അത് മൈനസ് എടുക്കും. അപ്പോൾ നെറ്റ് 40 kN. ആ 40 kN പോസിറ്റീവാണ്. അതുകൊണ്ട് 40 kN എഴുതി അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ലെഫ്റ്റിലോട്ട് മാറും. ഇനി അതിൻ്റെ തന്നെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 60 kN ഉണ്ട്. 60 kN ടു ദ ലെഫ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് എടുത്തു. 100 kN എൻഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതും ആ പോയിന്റിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് അതും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് മൈനസ്. അപ്പോൾ ടോട്ടൽ -40 kN കിട്ടും. 40 kN എന്നുള്ള മാഗ്നിറ്റ്യൂഡ് ഞാനവിടെ മാർക്കും ചെയ്തു. മൈനസ് ആയതുകൊണ്ട് ടു ദ റൈറ്റ് ഡയറക്ഷൻ റൈറ്റ് സൈഡിലോട്ടുള്ള ആരോ മാർക്ക് ഞാൻ കൊടുത്തു. ഓക്കെ, സെയിം തന്നെയാണ് 100 kN. ഇവിടെ 100 kN ആ പോയിന്റ് എടുക്കുമ്പോൾ 60 kN ആ പർട്ടിക്കുലർ പോയിന്റ് എല്ലായിട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ തന്നേക്കണം 60 kN ഈ പോയിന്റിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയുണ്ട്? 60 kN ഉണ്ട്, 40 kN ഉണ്ട്, പിന്നെ 80 kN ഉണ്ട്. ആസ് പെർ സൈൻ കൺവെൻഷൻ +80 -40 +60. അപ്പോൾ നമുക്ക് 100 kN കിട്ടും. 100 kN എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 100, സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് വരുമ്പോൾ ടു ദ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ആരോ മാർക്ക്. ഓക്കെ, അപ്പോൾ എൻഡ് ലോഡിനെ നമ്മൊന്നും ചെയ്യാറില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പോലെ 100 kN അങ്ങനെ തന്നെ എടുത്ത് എഴുതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അത് കണ്ടോ, ഫ്രീ ബോഡി ഡയഗ്രാമിൽ എങ്ങനെയാണ് 80 kN എന്നൊക്കെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണം. കാരണം നമ്മളോട് പറയണം ഫൈൻഡ് ദ ടോട്ടൽ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത് അല്ലേ. ടോട്ടൽ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് സ്ട്രെയിൻ്റെ യൂണിറ്റ് ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എൽ കണ്ടുപിടിക്കണം. ഡെൽറ്റ എൽ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം
സ്ട്രെസ് കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഇതേ P1/A1, അതായത് ലോഡ് ടു സെക്ഷൻ 1 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആദ്യത്തെ സെക്ഷനിലെ ലോഡ് എത്രയാണ്? 80 കിലോ ന്യൂട്ടൺ. 80 കിലോ ന്യൂട്ടൺ ബൈ കറസ്പോണ്ടിങ് ഏരിയ, അതിൻ്റെ സ്ട്രെസ് കിട്ടും. നേരെ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഈക്വൽ ടു സിഗ്മ ബൈ സ്ട്രെയിൻ. ആ സ്ട്രെയിൻ ഈ സ്മോൾ ഇക്ക് പകരം ഞാൻ ആ ഇക്വേഷൻ ഇറ്റ്സെൽഫാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വേറൊന്നും ഇല്ല അതിൽ. സ്മോൾ ഇക്ക് പകരം ഡെൽറ്റ എൽ ബൈ എൽ, അതിൻ്റെ ഇക്വേഷൻ തന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എൽ ഇക്വൽ ടു സിഗ്മ 1/L1 ക്യാപിറ്റൽ ഇ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അവിടുത്തെ ഡെൽറ്റ എൽ ഇലോങ്ങേഷൻ അറ്റ് സെക്ഷൻ 1 കിട്ടും. അങ്ങനെ തന്നെ നമ്മൾ ഇലോങ്ങേഷൻ അറ്റ് സെക്ഷൻ 2 പോവുക. നേരെ അത് തന്നെ സിഗ്മ 2 കണ്ടുപിടിക്കുക. അപ്പോൾ ഡെൽറ്റ L2 കിട്ടും. ഇലോങ്ങേഷൻ അറ്റ് സെക്ഷൻ 3 L3 ഡെൽറ്റ L3 കണ്ടുപിടിക്കുക. അതിൻ്റെ ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, കാരണം ഇവിടെ എല്ലാം ടെൻസൈൽ ഫോഴ്സ് ആണ്. ഫിഗർ 1 ടെൻസൈൽ ഫോഴ്സ് ആണ്, ഫിഗർ 2 ടെൻസൈലാണ്. നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഫിഗർ 3യും, അതായത് ഫ്രീ ബോഡി ഡയഗ്രാം തേർഡ് സെക്ഷനും ഇപ്പോൾ എല്ലാം ടെൻസൈലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഇലോങ്ങേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അതേ തന്നേക്കണ ഫിഗർ. ഇത് സെയിം തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വെച്ചാൽ എ മെമ്പർ ABCD സബ്ജക്റ്റ് ടു എ പോയിന്റ് ലോഡ് P1 P2 P3 ആൻഡ് P4 അതുകൊണ്ട് എല്ലാ ലോഡ് തന്നിട്ടുണ്ട്. P1 എന്നുള്ള ലോഡ് തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ P3 തന്നിട്ടില്ല. P3 അൺനോൺ ആണ്, P4 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ P3, കാരണം ഈ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തരുമ്പോൾ, അതായത് വേരിയിങ് ക്രോസ് സെക്ഷൻ വിത്ത് വേരിയിങ് ലോഡ് എന്നുള്ളൊരു ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? ലോഡ്, അതായത് P എന്നുള്ള വാല്യൂ എല്ലാം നോൺ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. നോൺ അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കാൻ സെയിം റൂൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സൈൻ കൺവെൻഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? P1 P2 P3 സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കാതെ കണ്ടുപിടിച്ചിട്ടുണ്ട്. P1 P2 P4 തന്നിട്ടുണ്ട്. അതായത് ലെഫ്റ്റിലോട്ടുള്ളത് നമ്മൾ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എന്താണ് കൊടുക്കേണ്ടത്? ലെഫ്റ്റിലോട്ട് ഉള്ളത് P1 അത് പോസിറ്റീവാണ്. അപ്പോൾ P1 പോസിറ്റീവ്, P3യും പോസിറ്റീവ്, P2യും P4യും നെഗറ്റീവ്. നേരെ കൺസിഡറിങ് ദി ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ്. ആ സൈൻ എന്തുകൊണ്ടാണ് P1 P3 എന്നുള്ളത് പോസിറ്റീവും ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ P2 P4 എന്ന് വന്നേക്കുന്നത് ആ സൈൻ കൺവെൻഷൻ വെച്ചാണ് എടുത്തേക്കുന്നത്. ശരിക്കും ഇക്വേഷൻ വരേണ്ടത് P1 + P3 - P2 - P4 = 0 എന്നാണ് ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അതിൽ P2യും P4യും മൈനസ് ആണ്, P1ഉം P3യും പോസിറ്റീവാണ്. ഓക്കെ, അപ്പം നമ്മൾ അത് റീഅറേഞ്ച് ചെയ്തിട്ട് P3 കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നേരെ ഫ്രീ ബോഡി ഡയഗ്രാം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഇതേ കൊടുത്തേക്കുന്നത്. വേറൊന്നുമില്ല, മറ്റേ സെയിം റൂള് തന്നെ. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് വന്നതാണ്. സൈൻ കൺവെൻഷൻ എന്തായാലും നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതിയിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരും, മൊത്തം തെറ്റിപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ സൈൻ കൺവെൻഷൻ ആദ്യം എഴുതിയിട്ടിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തു തുടങ്ങുക. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ എടുത്ത് എഴുതുക. പോയിന്റ് ഫോഴ്സ് ആണ് P1, അത് സിമ്പിളായിട്ട് എടുത്ത് എഴുതുക. ഇനി P2 എന്നുള്ള പോയിന്റ് ഫോഴ്സ് എങ്ങനെയാണ്? -220 വരും. കാരണം എന്താണ്? -220 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P2 എന്നുള്ള ഫോഴ്സ് ടു ദ റൈറ്റ് ആണ്. അപ്പോൾ ടു ദ റൈറ്റിൽ പോണത് ആസ് പെർ സൈൻ കൺവെൻഷൻ എന്താണ്? ടു ദ റൈറ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ -220. പിന്നെ P3 എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യും P2 എന്നുള്ള പർട്ടിക്കുലർ പോയിന്റിൽ. ഓക്കെ, ആ P3 എന്നുള്ള പോയിന്റ് എങ്ങോട്ടാണ്? ടു ദ ലെഫ്റ്റ് ആണ്. ലെഫ്റ്റിലോട്ട് പോകുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ +260. പിന്നെ കറസ്പോണ്ടിങ് P4 എന്നുള്ളത് ആക്ട് ചെയ്യും. അത് എത്രയാണ്? 160 ആണ്. 160 ടു ദ റൈറ്റ് ആണ്. അപ്പോൾ അത് നെഗറ്റീവ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഫോഴ്സ് 120 -120 കിലോ ന്യൂട്ടൺ കിട്ടി. ഈ -120ൽ 120 കിലോ ന്യൂട്ടൺ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് മൈനസ് എന്നുള്ള സൈൻ കൊണ്ട് ടു ദ റൈറ്റ് കണ്ട. അതുകൊണ്ടാണ് അവിടുത്തെ ഫ്രീ ബോഡി ഡയഗ്രത്തിലെ ഡയറക്ഷൻ ടു ദ റൈറ്റിലോട്ട് കൊടുത്തേക്കുന്നത്. സെയിം തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സെക്ഷൻ 2 അവിടെ P2യും P3 എന്നുള്ള രണ്ട് പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ P1 P1 എന്നുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 120 ആണ്. അത് 120 അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് 120. പിന്നെ P2 എന്നുള്ള പോയിന്റും അതായത് 220യുടെ ഡയറക്ഷൻ ടു ദ റൈറ്റും P1 ടു ദ ലെഫ്റ്റും ആണ്. അപ്പം നെറ്റ് -100 കിട്ടും. മൈനസ് എന്നുള്ളത് നമ്മൾ ടു ദ റൈറ്റ് സൈഡിലോട്ടാണ്. അതുകൊണ്ടാണ് 100 കിലോ ന്യൂട്ടൺ ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ലെഫ്റ്റിൽ മാർക്ക് ചെയ്തിട്ട് ഇൻ ടു ദ ബോഡി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. നേരെ റൈറ്റ് സൈഡ് എടുക്കുക. അവിടെ +260 -160 വരും. അപ്പോൾ നെയറസ്റ്റ് അറ്റ് P3 എന്നുള്ള പൊസിഷനിൽ, അതായത്
100 കിലോ ന്യൂട്ടൺ കിട്ടും. അത് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ ബോഡി, അതായത് ടു ദ ലെഫ്റ്റ് സൈഡാണ്. അതുകൊണ്ടാണ് ഇത്. നോക്കിയാൽ ഇത് കംപ്രസീവ് ഫോഴ്സാണ്. അപ്പോൾ ഈ സെക്ഷൻ്റെ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യണം. കണ്ടോ, കംപ്രസീവ് ഫോഴ്സാണ്. പിന്നെ തേർഡ് സെക്ഷൻ, അത് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണ്? P3 എന്നുള്ള ഫോഴ്സിൽ P1, P2, P3 3 ഫോഴ്സസ് ഉണ്ട്. P4 എൻഡ് ഫോഴ്സ് ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ നിർത്താം. ഓക്കെ, അപ്പോൾ 120 - 220 + 260, അപ്പോൾ +160 കിട്ടും. പ്ലസിൻ്റെ ഡയറക്ഷൻ എന്നാണ് ടു ദ ലെഫ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എവേ ഫ്രം ഫ്രീ ബോഡി ഡയഗ്രാം കൊടുത്തേക്കുന്നത്. മറ്റേത് 160 ഇറ്റ്സെൽഫ് ആ ഡയറക്ഷൻ എടുക്കുകയും ചെയ്തു. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം മനസ്സിലായെങ്കിൽ ഇനി ഇതേ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത ലോങ്ങേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ട്രെയിൻ കണ്ടുപിടിക്കണം. സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സ്ട്രെയിൻ ΔL/L. അപ്പോൾ ΔL ആണ് ഈ ലോങ്ങേഷൻ്റെ ഇത് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്നാണ് തേണ്ട σ1 = P1/A1. അതിൽ σ1 കിട്ടി. ഇനി നമ്മൾ ΔL1 അത് ഹുക്സ് ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് σ1 L1/E1. അല്ല, ഈ എല്ലാം സെയിം ആണ്. ഓക്കെ, അത് ചെയ്തപ്പോൾ നമുക്ക് ΔL1 കിട്ടി. ഇലോങ്ങേഷൻ അറ്റ് സെക്ഷൻ 2 സെയിം ഫോർമുല യൂസ് ചെയ്ത്, ആ ഫോർമുല വന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? വേറൊന്നുമില്ല. അതായത് ഈ ഫോർമുല ശ്രദ്ധിച്ച ΔL1 = σ1 L1/E. അതിൽ ΔL1 / L1 എന്ന് പറഞ്ഞാൽ അത് സ്ട്രെയിൻ ആയിട്ട് മാറും. E1 അല്ലേ? ഓക്കെ, അതിന് പകരം ആ ഡിനോമിനേറ്ററുള്ള പോർഷൻ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് എടുത്തു. അത്രേ ഉള്ളൂ. ഓക്കെ, ആ ΔL2 കിട്ടി. ΔL2 നമ്മൾ മൈനസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചപ്പോൾ രണ്ടും ഇൻ ടു ദ ബോഡി കംപ്രസീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് അവിടെ എടുക്കുന്ന ഡിഫോർമേഷൻ അതിൻ്റെ ഡയമെൻഷൻ ചെറുതാവാനുള്ള ഒരു ടെൻഡൻസി ആണ്. അതായത് 0.8 mm കംപ്രസ് ആവാനുള്ള ടെൻഡൻസി. അതുകൊണ്ട് ടോട്ടൽ ഇലോങ്ങേഷൻ കാണുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുമ്പോൾ മൈനസ് എന്തായാലും എടുക്കണം. ഓക്കെ, ഞാനത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി, മനസ്സിലാവും. ഇലോങ്ങേഷൻ അറ്റ് സെക്ഷൻ 3 എന്ന് പറയണത് ഇതാണ് സെക്ഷൻ 3. അപ്പോൾ അത് ടെൻസൈൽ ഫോഴ്സ് ആണ്. അതിൻ്റെ ഇലോങ്ങേഷൻ കറസ്പോണ്ടിങ് കണ്ടുപിടിക്കുക. ടോട്ടൽ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് ഒരു ചേഞ്ച് ഉള്ളത്. ടോട്ടൽ ഇലോങ്ങേഷൻ എങ്ങനെയാണ്? ΔL1 - ΔL2 + ΔL3. അപ്പോൾ -ΔL2 എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായില്ല? അത് കംപ്രസീവ് ലോഡാണ്. +ΔL1 അതിപ്പോൾ ടെൻസൈലാണ്. +ΔL3 അതും ടെൻസൈലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കണക്ക്. ഓക്കെ, ഇനി അടുത്തത് കോമ്പോസിറ്റ് ബാർ എന്നുള്ളൊരു പ്രോബ്ലമാണ്. അത് വേറെ ഒന്നുമല്ല. കോമ്പോസിറ്റ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാർ ഉണ്ടാവും, അതായത് 2 മെറ്റീരിയൽ ഉണ്ടാവും. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. കോമ്പോസിറ്റ് ബാർ കൺസിസ്റ്റ് ഓഫ് എ സ്റ്റീൽ ബാർ 250 mm ലോങ് 225 ഏരിയ തന്നിട്ടുണ്ട്. പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 ബാർസ് ഓഫ് ബ്രാസ് 2 ബ്രാസിൻ്റെ ഇടയിൽ ഒരു സ്റ്റീൽ വെച്ച്. ഇതിൽ നിങ്ങൾക്ക് ഫിഗർ തരില്ല, നിങ്ങൾ കറക്റ്റായിട്ട് വരക്കണം. അത് ജസ്റ്റ് വരക്കാനുള്ളൂ. ഓക്കെ, അതേ വരച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് സ്റ്റീല്, രണ്ടറ്റത്ത് 2 ബ്രാസ്. ഓക്കെ, ഇതിനെയാണ് കോമ്പോസിറ്റ് ബാർ എന്ന് പറഞ്ഞത്. അതായത് സെയിം ജോയിനിങ് ആയിരിക്കുള്ളൂ. അതായത് ഒറ്റ ബാർ പോലെ ആക്ട് ചെയ്യും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കോമ്പോസിറ്റ് ബാറായിട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്പുള്ള മെറ്റൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വാട്ട് വിൽ ബി ദ സ്ട്രെസ്സാണ് ചോദിച്ചത്. അതായത് σ1 ആണ്, അല്ലെങ്കിൽ σ1 ആൻഡ് σ2. അതായത് σ1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ ബാർ, σ2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻ ബ്രാസ് ബാർ. ഓക്കെ, അത് കണ്ട, ഇതിൽ 2 ബാർ തന്നേക്കണോണ്ട് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ 2 സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. നേരെ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുക. ലെങ്ത് തന്നിട്ടുണ്ട്. കോമ്പോസിറ്റ് ബാർ ക്രോസ് സെക്ഷൻ ഏരിയ തന്നിട്ടുണ്ട്. കാരണം സ്റ്റീല് അതാണ് AS എന്ന് എഴുതിയത്. ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ബ്രാസ് തന്നിട്ടുണ്ട്. AB അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് 2x8 എടുത്തിട്ടുണ്ട്. കാരണം 2 സെക്ഷൻ ഉണ്ട്. നടുക്ക് സ്റ്റീൽ ഒറ്റ സെക്ഷനുകൾ 2. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ ട്വൈസ് ആവും, അത് ഡബിൾ ആവും. അതാണ് 16 m², 2x8 എന്ന് എടുത്ത് എഴുതിയേക്കുന്നത്. ഓക്കെ, പിന്നെ എക്സ്റ്റൻഷൻ ഓഫ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സാധനമാണ്, വേറൊന്നുമില്ല. എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. ആ എക്സ്റ്റൻഷനും നമ്മൾ അവിടെ എടുത്ത് എഴുതിയേക്കണേ ഗിവൺ ഡാറ്റയിൽ. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ 20 GPa തന്നേക്കുന്നത്. ഓക്കെ, അത് നമ്മൾ 20 GPa എന്ന് പറഞ്ഞാൽ 20 × 10⁹ Nm². ആ ന്യൂട്ടൺ അവിടെ ഉണ്ട്, m² അല്ല, നമുക്ക് mm² ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ × 10⁶ കൂടി വരും. അപ്പോൾ 10⁹ / 10⁶. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ നോട്ടിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് വന്നതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ റെഫർ ചെയ്താൽ മതിയാവും. അതുകൊണ്ടാണ് 200 × 10⁻³ Nm² വരുന്നത്. ഓക്കെ, അത് തന്നെ 90 GPa എന്ന് പറഞ്ഞാൽ 90 × 10⁹ Nm²-ൽ ആവുള്ളൂ. എഗെയിൻ കൺവേർഷൻ ഉണ്ട്. 10⁹ അതായത് 90 × 10⁹
ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ആ മീറ്ററിനെ നമ്മൾ മില്ലിമീറ്ററിലോട്ട് ഒന്നും കൂടി കൺവേർട്ട് ചെയ്യുമ്പോൾ 0.9 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ വരും. ഓക്കെ, നേരെ ഇനി വേറെ ഒന്നുമില്ല, സ്ട്രെയിൻ കാണാം. സെയിം ഫോർ ബോത്ത് സ്ട്രെയിൻ രണ്ടിനും ഇക്വേറ്റ് ചെയ്യുക, രണ്ടിനും സെയിം ആണ്. കാരണം കോമ്പോസിറ്റ് ബാറിന് അതിനുണ്ടാകുന്ന ഡിഫോർമേഷൻ ഒരുമിച്ചായിരിക്കുള്ളൂ. അല്ലാണ്ട് സ്റ്റീൽ ഇത്തിരി കൂടി ഇലോങ്ങേറ്റ് ആവും, ബ്രാസ് ഇത്തിരി കുറഞ്ഞ അങ്ങനെയല്ല. ഇലോങ്ങേഷൻ എന്തോരം സംഭവിക്കുന്നു അത് രണ്ട് ബാറിനും സെയിം ആയിരിക്കുള്ളൂ. ഓക്കെ, സ്ട്രെയിൻ ഇസിക്കൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എൽ തന്നിട്ടുണ്ട്, സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്തേക്കണം? സ്ട്രെസ് ഇൻ സ്റ്റീൽ. നേരെ മറ്റേ ഇക്വേഷൻ ഏത്? ഹുക്സ് ലോ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസിക്കൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഡിവൈഡ് ബൈ സ്ട്രെയിൻ ഇസിക്കൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ. അങ്ങനെയാണ് വരേണ്ടത്. നേരെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഫോമാണ് അത്. ഓക്കെ, പിന്നെ സ്ട്രെസ് ഇൻ ബ്രാസ് അത് സെയിം തന്നെ. പിന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നുണ്ട് പ്രൊഡ്യൂസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് വാട്ട് വിൽ ബി ദ സ്ട്രെസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ലോഡും കാണാം. ഓക്കെ, ആക്സിയൽ ലോഡും നമുക്ക് കണ്ട് എടുക്കണം. കാരണം ടോട്ടൽ ആക്സിയൽ ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എന്നാലും നമുക്കൊന്നും കൂടി കണ്ടുപിടിക്കണം. ലോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സ്ട്രെസ്സിൻ്റെ ഫോമുല യൂസ് ചെയ്യുക, സിഗ്മ ബൈ പി ബൈ എ, സിഗ്മ ഇസിക്കൽ ടു പി ബൈ എ എന്നുള്ള ഫോമുല. അതിൽ പി ആണ് ലോഡ്, അതായത് ഓരോ ഇൻഡിവിജ്വൽ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡിന് വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ സ്ട്രെയിൻ അതിനുണ്ടാകുന്ന ഡിഫോർമേഷൻ ഒരുമിച്ച് സംഭവിക്കുള്ളൂ. ഓക്കെ, ആ ഒരു പ്രിൻസിപ്പിളാണ് കോമ്പോസിറ്റ് ബാറിൻ്റെ. നേരെ സിഗ്മ എസ് ഇസിക്കൽ ടു പി ബൈ എ എസ്, അതിൽ പി വൺ ഇസിക്കൽ ടു സിഗ്മ എസ് ഇൻറ്റു എ എസ്. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് നേരെ 200 ന്യൂട്ടൺ കിട്ടി. സിഗ്മ ബി ഇസിക്കൽ ടു, അതായത് ബ്രാസിലുണ്ടാകുന്ന സ്ട്രെസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 3.2. അതിന് അവിടുത്തെ ലോഡ് കാണാൻ എന്ത് ചെയ്യണം? അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ വെച്ച് സ്ട്രെസ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ചെയ്തേക്കണത്. ആ രണ്ട് ലോഡും കൂടി ആക്ട് ചെയ്യുമ്പോൾ ആ കോമ്പോസിറ്റ് ബാറിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു 3 പ്രോബ്ലവും കൂടി ഇതിൽ നമുക്ക് ഈ ഒരു സെക്ഷനിലുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 പ്രോബ്ലം ടെമ്പറേച്ചർ സ്ട്രെസ്. ഞാൻ ഓരോ സെക്ഷനിൽ നിന്ന് ഒരു 3 പ്രോബ്ലം യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന് ചോദിച്ച ഒരു 3 പ്രോബ്ലം വെച്ച് ഇടുന്നുണ്ട്. ഓക്കെ, ഇത് പ്രോബ്ലംസ് കൺസിഡറിങ് പോയിസൺസ് റേഷ്യോ ആൻഡ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്. ദേ ക്വസ്റ്റ്യൻ നോക്കി ഒന്നാമത്തത്, എ ബാർ ഓഫ് 16 mm ഡയമീറ്റർ സബ്ജക്റ്റ് ടു എ പുള്ള് ആൻഡ് മെഷേർഡ് എക്സ്റ്റൻഷൻ ഓഫ് ഗോജ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എന്താണ് കണ്ടുപിടിക്കാൻ പറയണം? ഫൈൻഡ് ദ പോയിസൺസ് റേഷ്യോ ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നതാണ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഹുക്സ് ലോ ഈസിക്കൽ ടു സിഗ്മ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അതിൽ സ്ട്രെസ് കാണണം. അപ്പോൾ ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ്? ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ട് 16 mm, അതെടുത്ത് എഴുതി. ചേഞ്ച് ഇൻ ഡയമീറ്റർ, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ദ മെഷേർഡ് എക്സ്റ്റൻഷൻ ഓവർ ഗോജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ് ഈസ് 80 mm. അപ്പോൾ 80 mm ലെങ്ത് ഉള്ള അതിൻ്റെ എക്സ്റ്റൻഷൻ, അതായത് DL 0.12 mm ആണ്. ഓക്കെ, പിന്നെ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 0.007. ഓക്കെ, അതായത് 16 mm എന്നുള്ള അതിൻ്റെ ഡയമീറ്റർ ചെറുതായി, അല്ലെങ്കിൽ അത്രയും കുറഞ്ഞ്, അല്ലെങ്കിൽ ചേഞ്ച് സംഭവിച്ചു. അത് ചിലപ്പോൾ 16-നേക്കാളും കൂടും, അല്ലെങ്കിൽ 16-നേക്കാളും കുറയും. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമീറ്ററാണ് സംഭവിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഡെൽറ്റ ഡി എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ഓക്കെ, കാരണം ലാറ്ററലായിട്ടുള്ള സ്ട്രെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതേപോലത്തെ ഉള്ള ഡയമീറ്ററിൻ്റെ ചേഞ്ച് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ഗിവൺ ഡാറ്റ എഴുതിയിട്ടുണ്ട്. കണ്ട, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ദ ഒറിജിനൽ ഡയമീറ്റർ 16 തന്നിട്ടുണ്ട്. കാരണം ഈ ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പോയിസൺസ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ചേഞ്ച് ഇൻ ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.007 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ കിട്ടി. സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. ഓക്കെ, ഗോജ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് ഇറ്റ്സെൽഫ്. എക്സ്റ്റൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0.12 mm. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ, സാധാ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് അതും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പോയിസൺസ് റേഷ്യോ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് കിട്ടൂലേ? ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ. നേരെ ലാറ്ററൽ സ്ട്രെയിൻ എത്രയാണ്? 4.375 ഇൻറ്റു 10⁻⁴ -4 ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു 10⁻³ അപ്പോൾ നമുക്ക് പോയിസൺസ് റേഷ്യോ കിട്ടും. ഓക്കെ, ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാണാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്തിനാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണത്? കാരണം ഇനി നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കണം. ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെസ് കണ്ടുപിടിക്കണം, അവിടുത്തെ സ്ട്രെയിൻ കണ്ടുപിടിക്കണം. സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ലോഡ് ബൈ ഏരിയ വേണം. അപ്പോൾ അതിനാണ് നമ്മൾ ഏരിയ കാണുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ π/4 d². കണ്ട് ലോഡ് എത്രയാണ്? 27. കണ്ട, 27 ആക്സിയൽ പുൾ ഓഫ് 27 kN. അപ്പോൾ 27 × 10⁻³
നേരെ സ്ട്രെസ് കണ്ടുപിടിച്ച് 20 ലോഡ് ബൈ ഏരിയ ഉണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സിംപ്ലി ഹുക്സ് ലോ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, അത് മറന്നു വരുന്നത് ന്യൂട്ടൺ പെർ mm². ഓക്കെ, അത്ര ഉള്ള ആൻസർ. ഇനി നോക്കിയേ, സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മളോട് ഒരു റിലേഷൻ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായി നമ്മുടെ നോട്ടിൽ. ബൾക്ക് മോഡുലസ് ഓഫ് ബൾക്ക് മോഡുലസ്, പിന്നെ റിജിഡിറ്റി സി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇത് മൂന്നും കൂടി റിലേറ്റ് ചെയ്യണ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അത് ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണമെന്നില്ല, എന്നാലും ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം, എന്തായാലും പഠിക്കണം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. ഏപ്രിൽ 2015 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ബാർ ഓഫ് 30 mm ഡയമീറ്റർ സബ്ജക്റ്റ് ടു എ ടെൻസൈൽ ലോഡ്. അത് സാധാ ഡാറ്റ തന്നിട്ടുണ്ട്. ആൻഡ് ദ മെഷേർഡ് എക്സ്റ്റൻഷൻ ഓവർ ഗോജ് ലെങ്ത് ഈസ് 200 mm അത് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഇസിക്കൽ ടു 0.038 mm അതും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് കെ കണ്ടുപിടിക്കണം. അതെ, ഫൈൻഡ് ദ പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 മോഡുലസ്, ബൾക്ക് മോഡുലസ് കെ, മോഡുലസ് ഓഫ് റിജിഡിറ്റി സി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ, അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ഡയമീറ്റർ, ചേഞ്ച് ഇൻ ഡയമീറ്റർ വന്നിട്ടുണ്ട്, ഒറിജിനൽ ഡയമീറ്റർ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? ലാറ്ററൽ സ്ട്രെയിൻ ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ ഡാറ്റ വെച്ച് ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിച്ച് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ആ ഗോജ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് 200, പിന്നെ ചേഞ്ച് ഇൻ ലെങ്ത് 0.1, അത് വെച്ച് കണ്ടുപിടിച്ച് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പോയിസൺസ് റേഷ്യോ കിട്ടി. ഓക്കെ, ഇനി യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസിങ് ഇ ഈസിക്കൽ ടു സിഗ്മ ബൈ സ്ട്രെസ് ബൈ സ്മോൾ ഇ സ്ട്രെയിൻ ആണ്. അതായത് അപ്പോൾ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാമല്ലോ. സ്ട്രെസ് കണ്ടുപിടിക്കണം. അവിടെ ആക്ട് ചെയ്യണ ലോഡ് എത്രയാണ് അവിടെ ആക്ട് ചെയ്തേക്കണത്? 50 kN. അപ്പോൾ 50 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ π/4 d². ഏരിയ ഒക്കെ അതേ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ട ഏരിയ ഇതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹുക്സ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് യങ്സ് മോഡുലസ് കിട്ടും. അതിൽ ഈ എന്തുകൊണ്ടാണ് നമ്മൾ 5 × 10⁻⁻⁴ നോർമൽ യങ്സ് മോഡുലസിൽ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ ആണ് എടുക്കുന്നത്. അതിലൊരിക്കലും ലാറ്ററൽ സ്ട്രെയിൻ എടുക്കാറില്ല. അതൊരു പോയിൻ്റാണ്, അത് മറക്കരുത്. ഓക്കെ, പിന്നെ നമുക്ക് റിലേഷൻ അറിയാം. വി നോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസിക്കൽ ടു 2c × 1 + 1/m. 1/m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിസൺസ് റേഷ്യോ ആണ്, അല്ലെങ്കിൽ മ്യൂ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുക. പോയിസൺസ് റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ട് 0.252. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സി ഒരു സൈഡിൽ നിർത്തുക, ബാക്കിയെല്ലാം നമ്മൾ മറ്റൊരു സൈഡിലോട്ട് കൊണ്ടുപോവുക. അറേഞ്ച്മെൻറ്റ് ഓഫ് ഇക്വേഷൻ അങ്ങനെയാണ് ഞാൻ ഒരു സ്റ്റെപ്പ് ഞാനത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇതിനും സിമ്പിളായിട്ട് ഇനി ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടാനില്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പ് നോക്കുക, എങ്ങനെയാണെന്ന് വന്നതെന്ന് നോക്കുക. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി റിജിഡിറ്റിയാണ് സി, അതും കിട്ടി. അതിന് യൂണിറ്റ് ഉണ്ട് ന്യൂട്ടൺ പെർ mm². ഇനി ബൾക്ക് മോഡുലസ് കാണണം. ഓക്കെ, അത് ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കണമെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസിക്കൽ ടു 3k × 1 - 2/m. ഇതും നിങ്ങൾക്ക് തന്നേക്കുന്ന നോട്ടിൽ കറക്റ്റായിട്ട് എങ്ങനെ ഡിറൈവ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. k ഈസിക്കൽ ടു ബൾക്ക് മോഡുലസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2m 1 - 2/m എന്നാണ്. അല്ലെങ്കിൽ 2 അവിടെ നിർത്തിയിട്ട് 1/m എന്നുള്ളത് പോയിസൺസ് റേഷ്യോ ആണ്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ല. കണ്ട, അതാണ് ഞാൻ ചെയ്തേക്കുന്നത്. നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ യങ്സ് മോഡുലസ് പോയിസൺസ് റേഷ്യോ ആൻഡ് ബൾക്ക് മോഡുലസ്. സെയിം ടൈപ്പാണ്, വേറൊന്നുമില്ല. ഓക്കെ, അത് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു തന്നേക്കണ ഡാറ്റ ബാറ് സെയിം. നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിലെന്തെന്നാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ലാസ്റ്റ് സെക്ഷനിലോട്ട് കണ്ടുകൊണ്ടുപോകാം. അപ്പോൾ അതിൽ കണ്ടുപിടിക്കേണ്ട യങ്സ് മോഡുലസ് ആൻഡ് പോയിസൺസ് റേഷ്യോ. അപ്പോൾ അതിന് തന്നേക്കുന്ന ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണോ അല്ലെങ്കിൽ അത് മതിയോ എന്നാണ് അടുത്ത സ്റ്റെപ്പ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യാം. ഗിവൻ ഡാറ്റ തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ലോഡ് തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് റിജിഡിറ്റി തന്നിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്, ഡിക്രീസ് ഇൻ ലാറ്ററൽ ഡയമെൻഷൻ ഉണ്ടോ, അതെല്ലാം തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ കണ്ടുപിടിക്കണം ആദ്യം. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ഈസിക്കൽ ടു ΔL/L. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ലാറ്ററൽ സ്ട്രെയിൻ ആകുമ്പോൾ അവിടെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ബ്രെഡ്ത്ത് ഓർ ഡിക്രീസ് ഇൻ ഡയമീറ്റർ, അതാണ് എന്താണ് ലാറ്ററൽ സ്ട്രെയിനിൽ നമ്മൾ യൂസ് ചെയ്യണത്. ഇവിടെ ബ്രെഡ്ത്തിൻ്റെ ഇതാണ് തന്നേക്കണം കണ്ട. ദ എക്സ്റ്റൻഷൻ ഓഫ് ബാർ ഫൗണ്ട് ടു ബി 0.1 വൈൽ ഡിക്രീസ് ഇൻ ഈച്ച് ലാറ്ററൽ ഡയമെൻഷൻ.
അതായത് ഈച്ച് കാരണം ഈച്ച് ഡയമെൻഷൻ ഡിക്രീസ് എന്ന് പറഞ്ഞേക്കണത് ഇതൊരു സ്ക്വയറാണ്. കണ്ട തന്നേക്കണത് സ്ക്വയർ റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് 30 mm 30 mm by 250. അതായത് 30 mm ഡെപ്ത്ത് 30 mm ഹൈറ്റ് 250 mm ലോങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ നമുക്ക് കിട്ടില്ല. കാരണം അതൊരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ, അതിന് ഡയമീറ്റർ നമുക്ക് അളക്കാൻ പറ്റില്ലല്ലോ നേരെ. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബ്രെത്തിനായിരിക്കും ഡിക്രീസ് വന്നേക്കണം. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിക്രീസ് ഇൻ ലാറ്ററൽ ഡയമെൻഷൻ ഡിവൈഡ് ടു ഒറിജിനൽ ഡയമെൻഷനാണ് അതിൻ്റെ. ഓക്കെ, അതുകൊണ്ട് ഡെൽറ്റ ബി ബ്രെത്തിൻ്റെ ഉള്ള ഡിക്രീസാണ് നമ്മളിവിടെ ലാറ്ററൽ സ്ട്രെയിൻ ആയിട്ട് എടുക്കേണ്ടത്. അതാണ് ആ കാണിച്ചേക്കണം ക്വസ്റ്റ്യനിൽ. നേരെ പോയിസൺസ് റേഷ്യോ കണ്ടുപിടിക്കുക. ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ 0.25. ഇനി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ യങ്സ് മോഡുലസ് എന്താണ്, E = 2CD × 1 + 1/m. പോയിസൺസ് റേഷ്യോ 1/m എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാൻ നിങ്ങൾ ഒന്ന് പഠിക്കുക കേട്ടോ. ഇത് ഒറ്റയടിക്ക് കിട്ടുന്ന സംഭവമല്ല, ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൽഫബറ്റ്സ്, അതായത് അൺനോൺ ആയിട്ടുള്ള സംഭവങ്ങൾ മാറി കൂടുതലായിട്ടുള്ള ന്യൂമറൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വാല്യൂസ് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഒറ്റ ടൈമാക്കി നിർത്തുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. നേരെ ബൾക്ക് മോഡുലസ് സിമ്പിളാണ്. ഓക്കെ, ഇനിയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ടെമ്പറേച്ചർ സ്ട്രെസ്സ് ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വെൻ ദ എക്സ്പാൻഷൻ ഈസ് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റഡ്, അതായത് ഒരു ബാറ് നമ്മൾ ചൂടാക്കണതാണ്, അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്ത് ചൂടാക്കണതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ, അതായത് ഒന്നില്ലെങ്കിൽ ലെങ്ത്ത് കൂടും അല്ലെങ്കിൽ കുറയും. അത് എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു തടസ്സം, ഒരു ഒബ്സ്ട്രക്ഷൻ വെച്ച് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ, കണ്ട എക്സ്പാൻഷൻ ഈസ് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റഡ്, അങ്ങനെയുള്ള കേസിന് നിങ്ങൾക്കൊരു പ്രോബ്ലം വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ടെമ്പറേച്ചർ സ്ട്രെസ്സ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും പ്രോബ്ലം? അതിൽ ആൽഫ തന്നിട്ടുണ്ടാവും, കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ടാവും. ആൽഫ തന്നേക്കണതൊക്കെ ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ, ഒന്നാമത്തെ ഹിൻഡ് മനസ്സിലാകാൻ. രണ്ടാമത്തത് ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പാൻഷൻ ഈസ് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റഡ് അതേപോലത്തുള്ള ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതൊരു ക്വസ്റ്റ്യൻ എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എക്സാമിന് ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള റൂട്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഗിവൻ ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാണ്, 18 മീറ്റർ. 18 മീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, മീറ്ററിനെ mm ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അത് അറിയാലോ, 18 × 10⁻³ mm. ഓക്കെ, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. കാരണം സ്റ്റീൽ റോഡ് ഓഫ് 18 mm ലോങ് അറ്റ് ടെമ്പറേച്ചർ 20 ഡിഗ്രി ആൻഡ് ഫൈൻഡ് ദ തെർമൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് ടെമ്പറേച്ചർ. അതായത് 2 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതായത് ആ ഡിക്രീസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 20 ഡിഗ്രി 70 ഡിഗ്രി ആയിട്ട് കൂടി. അപ്പോൾ അതിൻ്റെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കാണണം. എന്തിനാണ് കാണണമെന്ന് മനസ്സിലാവും. കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ ഒരു ഫോമുല ഉണ്ട്, നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ട്. ആൽഫ = ΔL/L × T. അതായത് ΔL/L എന്ന് പറയുന്നതാണ് സ്ട്രെയിനാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ടെമ്പറേച്ചർ കൂട്ടിയാലോ അതിന് ചേഞ്ച് ഇൻ ലെങ്ത് സംഭവിക്കുക. ചേഞ്ച് ഇൻ ലെങ്ത് ഒറിജിനൽ ലെങ്ത് എന്നാണ്, അതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫ എന്നുള്ള ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം, ഞാൻ ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ΔL/L E ആയിട്ട്, അപ്പോൾ E/T എഴുതാം. അതായത് സ്ട്രെയിൻ E = α/T, അതാണ് ഇക്വേഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ്സ് കാണണമെങ്കിൽ അപ്പോൾ E കിട്ടി, E = α/T. ഇനി സ്ട്രെസ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, E = α/T നേരെ ഈ ഇക്വേഷൻ കൊണ്ട് ആ ഹുക്സ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E = σ/stress/strain. അതിൽ സ്ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് α/T എന്നുള്ള സംഭവം ഇരിക്കണം. ആ സ്മോൾ E വരേണ്ട സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് സിഗ്മ. ശരിക്കും E = α/T സ്ട്രെസ്/strain എന്നുള്ള ഒരു ഇതാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ത് കിട്ടും, സിഗ്മ = α/TE. ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് ഇത്, നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, സിഗ്മ = α/T × E. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ തന്നിട്ടുണ്ട്, എത്രയാണ്, 12 × 10⁻6 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ T തന്നിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 70 - 20. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ കിട്ടും. ഓക്കെ, സ്റ്റീൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റീൽ റോഡ് ഓഫ് 2 മീറ്റർ ലോങ് ഈസ് ഫിക്സ്ഡ് അറ്റ് എൻഡ് ആൻഡ് ഹീറ്റഡ്. ഫിക്സ്ഡ് അറ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനും
എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്തേക്കാണ്. കാരണം അത് ഫ്രീ ആയിട്ട് ഇട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എക്സ്പാൻഷൻ കൂടുകയുള്ളൂ. ഇത് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എക്സ്പാൻഷൻ കുറയണല്ല, എക്സ്പാൻഷൻ റെസ്ട്രിക്റ്റ് ചെയ്യണേണ്. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ലൈനിൽ ദ 2 meter ലോങ് ഈസ് റിജിഡിലി ഫിക്സ്ഡ് അറ്റ് എൻഡ് ആൻഡ് ഹീറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ തന്നിട്ടുണ്ട് ഏറ്റവും അവസാനം. വാട്ട് ഈസ് എക്സ്പാൻഷൻ പ്രിവെൻറ്റഡ്? സെയിം മെത്തേഡ്, ലെങ്ത് എഴുതുക 2 meter, അതായത് 2000 mm. പിന്നെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കണ്ട, ഹീറ്റഡ് ത്രൂ എ ടെമ്പറേച്ചർ, ഒരൊറ്റ ടെമ്പറേച്ചർ എന്നാണെങ്കിലും അത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറായിട്ട് നമ്മൾ എടുത്തെഴുതുക. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 12 × 10⁻⁶. അതെടുത്ത് എഴുതുക. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഫോർമുലയാണ് ഡെൽറ്റ, അതായത് ആൽഫ = Δl/T എന്നുള്ളത്. അതിൽ എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്യുമ്പോഴുള്ള ഡിഫോർമേഷൻ, എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്താലും അവിടെ ഒരു ചേഞ്ച് സംഭവിക്കും. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങളുടെ നോട്ടിലുണ്ട്, ഞാൻ പൊക്കത്തും എഴുതിയിട്ടുണ്ട്. ഓക്കെ, Δl/L ആ Δl അവിടെ നിർത്തുക, ആൽഫ അവിടെ ലെഫ്റ്റ് സൈഡിൽ, അപ്പോൾ എല്ലും ടിയും ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Δl കിട്ടും. ഓക്കെ, ഇനി സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തേക്കണം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫ ടി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്ത ടെമ്പറേച്ചർ സ്ട്രെസ്സും കിട്ടും. സിമ്പിളാണ്. അതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷുവറാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സ്റ്റീൽ ബാർ ഓഫ് 200 mm ലോങ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 സപ്പോർട്ട് വിത്ത് ആൻ എൻഡ് ക്ലിയറൻസ് അതേപോലെയുള്ള സംഭവങ്ങൾ തരുമ്പോൾ അതിൻ്റെ ഡിഫോർമേഷനാണ്. കാരണം എൻഡ് ക്ലിയറൻസ് അത്രയും കൂടി അത് എക്സ്പാൻഷൻ ചെയ്യും എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വന്നത്. ഓക്കെ, ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ബൈ 200, അതായത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ സ്ട്രെസ് ഇൻ ദ ബാർ? അതായത് സിഗ്മ, ടെമ്പറേച്ചർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ, അതായത് സിഗ്മ = ആൽഫ × സ്മോൾ ടി × മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആ ഫോമുല യൂസ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, തന്നേക്കുന്ന ഡാറ്റ എഴുതുക. ഞാൻ അവിടെ നിങ്ങൾക്കൊരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹിയർ സിൻസ് ദ ബാർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 സപ്പോർട്ട് ആൻഡ് ഓൾസോ ക്ലിയറൻസ് ഈസ് ഗിവൺ, എക്സ്പാൻഷൻ ഈസ് നോട്ട് പ്രിവെൻറ്റഡ്. നമ്മൾ ചെയ്ത ബാക്കിയുള്ള 3 ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലത്തിലും എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്തേക്കണമായിരുന്നു. പക്ഷേ ഈ കേസിൽ എക്സ്പാൻഷൻ ഈസ് നോട്ട് പ്രിവെൻറ്റഡ്. എങ്ങനെ മനസ്സിലായി? അവിടെ ഒരു ക്ലിയറൻസ് എന്നുള്ളൊരു ടേം അവർ തന്നു. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ സ്ട്രെയിനിൻ്റെ ഒരു ഫോമുലയാണ് ആൽഫ ടി - Δl. അതാണ് ഫോമുല. ഓക്കെ, അപ്പോൾ നേരെ തന്നേക്കുന്ന സംഭവങ്ങൾ എഴുതുക. ക്ലിയറൻസിനെയാണ് ആ ഡെൽറ്റ എന്ന് നോട്ട് ചെയ്യണത്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത്, അതാണ് ക്ലിയറൻസ്. അത്രയും ലെങ്ത്തിന് ചേഞ്ച് സംഭവിക്കും. അതായത് നമ്മുടെ സ്ട്രെയിൻ എന്നുള്ള സിമ്പിൾ ഇക്വേഷനിലെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന സെയിം പോർഷനാണ് ഈ ഡെൽറ്റ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേസ് ഇൻ ടെമ്പറേച്ചർ എഴുതുക. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ എന്ന് പറഞ്ഞാൽ 12 × 10⁻⁶. ടി ടെമ്പറേച്ചർ, റേസ് ഇൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, മൈനസ് ഡി, അത് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയറൻസ് 0.3 / ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിട്ടും, സ്ട്രെയിൻ കിട്ടും. പിന്നെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ, ആൽഫ ടി × ഇ, അതായത് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഹുക്സ് ലോ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഹുക്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ന് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത് സിംപ്ലി സ്ട്രെയിൻ ആയിട്ട് വെച്ചാൽ പോരാ, അവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എന്നുള്ള ടേമും കൂടി നിങ്ങൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കണം. എന്നാലേ ആൻസർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ റോഡ് ഓഫ് 2 meter ലെങ്ത് ആൻഡ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് ബിറ്റ്വീൻ എൻഡ് ആൻഡ് 100 degrees യങ്സ് മോഡുലസ് ഫോർ ദ മെറ്റീരിയൽ ഈസ് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലാക്കാതെ ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലമാണ്. എൻഡ് ഗ്രിപ്സ് ആർ റിജിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ എക്സ്പാൻഷൻ വേണ്ടി ചെയ്തേക്കണേണ്. അതായത് ആദ്യം പറഞ്ഞ 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, പിന്നെ എൻഡ് ഗ്രിപ്സ് ഈൽഡ് ബൈ 2 meter, അതായത് രണ്ടാമത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അവിടെ എക്സ്പാൻഷൻ അലൗ ചെയ്തിട്ടുണ്ട്. ആദ്യം എൻഡ് ഗ്രിപ്സ് ആ റിജിഡ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പാൻഷൻ അലൗ ചെയ്തിട്ടില്ല. രണ്ടാമത്തേൽ തന്നിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 4 ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലത്തിലെ ഒരു സമ്മേഷനാണ് തന്നേക്കുന്നത്. മനസ്സിലായ? ആ 3 പ്രോബ്ലം മനസ്സിലായെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ എഴുതിയിട്ടുണ്ട്. when expansion is prevented, use stress = sigma = alpha T അല്ലെങ്കിൽ strain into modulus of elasticity. when expansion is allowed, clearance is given in the question. കണ്ട, strain = small e = alpha T - Δl. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ട, end grips are rigid, no expansion, stress is induced = sigma = alpha T.
ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെൻ എക്സ്പാൻഷൻ ഇസ് അലൗഡ് ആൽഫ ടി മൈനസ് ഡെൽറ്റ ബൈ എൽ. ഇതിൽ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ക്ലിയറൻസ് ആണ് കേട്ടോ. ഓക്കെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്ട്രെയിന് യൂണിറ്റ് ലെസ് ആണ്, അതുകൊണ്ടാണ് ഞാനവിടെ യൂണിറ്റ് ഒന്നും എഴുതാത്തത്. ഓക്കെ, ലോഡ് ജസ്റ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആൻഡ് ലോഡ് ഓൺ ദ എൻഡ് ഗ്രിപ്സ്. ലോഡ്, സ്ട്രെസ് മാത്രമല്ല ലോഡും കാണണം. ലോഡ് കണ്ടുപിടിക്കുക എന്തെന്നാണ്, സിമ്പിൾ അല്ലേ? കാരണം സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഇസിക്കൽ ടു പി ബൈ എ. അതിൽ പി ഇസിക്കൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കാണാം 2 12 25 ഒരെണ്ണത്തിൻ്റെ ഡയ, 2ൻ്റെ 25 ഡയമീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആക്ട് ചെയ്യണ ലോഡ് 2 സെക്ഷനിൽ 2 ലോഡാണല്ല, ഒരെണ്ണത്തിൽ 240 ഒരെണ്ണത്തിൽ 40 അല്ല. ഓക്കെ, അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ലോഡ് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒറ്റ ടൈപ്പ് പ്രോബ്ലം ഉള്ളൂ. ഓക്കെ, ആ ഒരു പ്രോബ്ലം മാത്രമേ വാല്യൂ മാറ്റിയിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. ഓക്കെ, സ്റ്റീൽ ബാർ കോമ്പോസിറ്റ് ബാർ എന്നാണ് പറയുന്നത്. കോമ്പോസിറ്റ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 ബാർ. ഒരു സ്റ്റീൽ ബാർ ഉണ്ട്, 6000 mm² ആണ് അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ. ഞാൻ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. കോപ്പർ ബാറിൻ്റെ തന്നിട്ടുണ്ട് 4000 mm² തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ട്രെസ് കാണാനാണ്. എല്ലാം തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്. ഇതെല്ലാം എടുത്തൊന്നും കൂടി എഴുതുക. അതെ, ഞാൻ എഴുതിയിട്ടാണ് കണ്ട. ഓക്കെ, പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വെൻ ബാർ ഈസ് ഹീറ്റഡ് ഫ്രം 15 ഡിഗ്രി ടു 215 ഡിഗ്രി. അതായത് 2 ടെമ്പറേച്ചർ വരുമ്പോൾ അത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ, 15 215 ചൂടാക്കിയേക്കണേണ്. അപ്പോൾ എന്ത് സംഭവിക്കും, നേരെ അതിൻ്റെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എഴുതുക. അതായത് അതാണ് അതേ കാണിച്ചത് 215 - 15. പിന്നെ നമ്മൾ ബേസിക് യൂണിറ്റ് കൺവേർഷനാണ് ശ്രദ്ധിക്കേണ്ടത്. 1.5 മീറ്ററിൻ്റെ ലെങ്ത്ത് മില്ലിമീറ്ററിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ എല്ലാം എടുത്തെഴുതിയേക്കണേണ്. അതായത് വേറൊരു നോട്ടും കൂടി ഉണ്ട്, ഫ്രീ എക്സ്പാൻഷൻ. അതായത് നമുക്ക് തന്നേക്കുന്ന ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഫോർ കോപ്പർ സ്റ്റീലിനേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കോപ്പർ കംപ്രഷനിലായിരിക്കുള്ളൂ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കൂടുതലുള്ള സംഭവം കംപ്രസീവ് ലോഡായിരിക്കുള്ളൂ അവിടെ ആക്ട് ചെയ്യണത്. ഓക്കെ, അതായത് അത് ഇതിൻ്റെ ഡയമെൻഷൻ ചെറുതാവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. പിന്നെ സ്റ്റീൽ ബാർ അണ്ടർ ടെൻഷൻ. ഓക്കെ, ഫോർ ഇക്വിലിബ്രിയത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ടെൻസൈൽ ലോഡ് ഇസിക്കൽ ടു കംപ്രസീവ് ലോഡ്. എന്നാലേ അതായത് നോർമൽ അതിൻ്റെ ഇക്വിലിബ്രിയം, അതായത് ചേഞ്ച് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഈ ടെൻസൈൽ ലോഡും കംപ്രസീവ് ലോഡും ഈക്വൽ ആവണം. ഓക്കെ, നേരെ അത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്ട്രെസ് ഇസിക്കൽ ടു സ്ട്രെസ് ഓൺ സ്റ്റീൽ. അതായത് ഈ ഇക്വേഷനിൽ നിന്നാണ് താഴെ വന്നേക്കുന്നത്. രണ്ടിൻ്റെയും ടെൻസൈൽ ലോഡ് ഓഫ് സിഗ്മ എസ് എ എസ്, അതായത് അതിൻ്റെ ലോഡ്, അതായത് പി ഡി ഇക്വേഷനാണ്. പി ഇസിക്കൽ ടു സിഗ്മ ഇൻറ്റു എ എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഉള്ളൊരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ നേരെ അറേഞ്ച് ചെയ്യുമ്പോൾ സ്ട്രെസ് ഓഫ് സ്റ്റീൽ കിട്ടും, സിഗ്മ എസ് കിട്ടും. എങ്ങനെ, എ സി ബൈ എ എസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോപ്പർ ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട് 4000/6000 ഇൻറ്റു സിഗ്മ സി. അപ്പോൾ അതൊരു റിലേഷനായിട്ട് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, 2 സ്റ്റെപ്പാണത്. ഓക്കെ, പിന്നെ നമുക്കറിയാം നിങ്ങളുടെ കോമ്പോസിറ്റ് ബാറിൻ്റെ ഒരു ഇക്വേഷൻ ഞാൻ തന്നേക്കണ പ്രൂഫിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്, സിഗ്മ എസ് ബൈ ഇ പ്ലസ് സിഗ്മ സി ബൈ ഇ സി ഇസിക്കൽ ടു ടി ഇൻറ്റു ആൽഫ സി മൈനസ് ആൽഫ എസ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് കോമ്പോസിറ്റ് ബാറിൻ്റെ കേസിൽ വരുന്ന ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം 2 ബാറാണ്, അതിൽ ഇ എസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ ഇ എസ് എന്ന് ബാക്കി അതിൻ്റെ രണ്ടിൻ്റെയും പവർ 10⁵ ആണ്. അപ്പോൾ ഞാൻ ഒരുമിച്ച് അത് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അതാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇ എസ് ഇ സി എന്നുള്ള ടേംസിൽ 10⁵ എന്നുള്ള സാധനം ഇല്ലാത്തത്, അത് നേരെ റൈറ്റ് സൈഡിലോട്ട് ഉണ്ട്, വേറെ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ആൽഫ സി മൈനസ് ആൽഫ എസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ചെയ്തേക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ 2 എന്നുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് നേരത്തെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് സ്ട്രെസ് ഓൺ സ്റ്റീൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് അൺനോൺ കുറക്കുക എന്നാണ് ഒരു ഇക്വേഷൻ സോൾവിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം.
സിഗ്മ എസ് എന്നുള്ള സംഭവം നമ്മൾ കൊണ്ടുപോയി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ 2ൽ. ഓക്കെ, അതാണ് ഞാനത് എഴുതിയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടണതാണ് സിഗ്മ സി. അപ്പോൾ എല്ലാം നമുക്ക് സിഗ്മ സിയുടെ ടേം ആവും. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സിഗ്മ സി അതായത് സ്ട്രെസ് ഓൺ കോപ്പർ കിട്ടും. ഓക്കെ, കോപ്പറിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു ടൈം കിട്ടിയിരുന്നെങ്കിൽ നേരെ ഇക്വേഷനിൽ 1 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ എസ് ഇസിക്കൽ ടു 2/3 ഇൻറ്റു സിഗ്മ സി. സിഗ്മ സി ഇപ്പോൾ കിട്ടിയ വാല്യൂ. അപ്പോൾ എന്ത് കിട്ടും? സിഗ്മ എസും കിട്ടും. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ, മനസ്സിലായ? അതായത് രണ്ടിലെയും സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലം വരുമ്പോൾ 2 ബാർ മാത്രം, നടുക്ക് വേറെ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഒന്നും കൂടി റിവൈസ് ചെയ്യുക. സ്ട്രെസ്സ് കണ്ടുപിടിക്കുക. അത് രണ്ടും ഫോർ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക. രണ്ടിനും ടെൻസൈൽ ലോഡ് ഇസിക്വൽ ടു ലോഡാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്, അതായത് പി ആണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. പി നമുക്ക് സിംപ്ലി ലോഡ് ബൈ ഏരിയ, സ്ട്രെസ് ഇസിക്വൽ ടു ലോഡ് ബൈ ഏരിയ എന്നുള്ള ഫോമിലിൽ നിന്ന് പി കിട്ടും. അത് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരു ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമ്മുടെ ബേസിക് ഇക്വേഷൻ കോമ്പോസിറ്റ് ബാറിൻ്റെ, അതും കൂടി കണ്ടുപിടിച്ച് അതിൽ നിന്നൊരു ഇക്വേഷൻ കിട്ടും. മ്യൂച്വൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക.